പ്രഗ്നൻസിയിൽ ഒരു 70% വരുന്ന സ്ത്രീകളുടെയും പ്രശ്നമാണ് വേരിക്കോസ് വെയിനും പൈൽസും. പൈൽസും ആക്ച്വലി വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ തന്നെ രണ്ട് സൈഡുകളാണെന്ന് പറയാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ബേസിക്കലി സെയിം ആണ്. അതായത് രക്തക്കൊഴലുകൾ വികസിച്ച് അതിൽ രക്തം കെട്ടി നിൽക്കുന്നതാണ് പൈൽസായിട്ട് വരുന്നതും നമ്മുടെ വെരിക്കോസ് വെയിനായിട്ട് വരുന്നതും. ആക്ച്വലി വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾ മാത്രമല്ല, നമ്മൾ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ അവിടെ രക്തക്കൊഴലുകൾ വികസിച്ച് അവിടെ രക്തം കെട്ടി നിൽക്കാറുണ്ട്. അതിന് നമ്മൾ വൾവൽ വെരിക്കോസിറ്റീസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ബേസിക്കലി സെയിം ആണ്. ആക്ച്വലി ഇത് പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടാകുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാകാം. പ്രഗ്നൻസിക്ക് മുന്നേ വെരിക്കോസ് വെയിൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാലുകളിലെ ഞരമ്പുകളിൽ, അതായത് കാലുകളിലെ ഞരമ്പുകൾ എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള ഞരമ്പുകളും ഉണ്ട്, ഉള്ളിലുള്ള ഞരമ്പുകളും ഉണ്ട്. ഈ പുറമേ ഉള്ള ഞരമ്പുകളിൽ നിന്നും രക്തം ഉള്ളിലേക്കുള്ള ഞരമ്പുകളിൽ മാത്രം പോകാൻ വേണ്ടിയിട്ട് വാൽവുകളുണ്ട്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഞരമ്പുകളിൽ വാൽവുകളുണ്ട്. ഈ വാൽവുകൾ കാരണം ഒരു സൈഡിലേക്ക് മാത്രമേ രക്തോട്ടം പോവുള്ളൂ. പക്ഷേ ഈ വാൽവുകൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രക്തം തിരിച്ച് പുറമേ ഉള്ള രക്തക്കൊഴലുകളിലേക്ക് പോവുകയും അവിടെ രക്തം കെട്ടിക്കിടക്കുകയും ചെയ്യും. അത് വെരിക്കോസ് വെയിൻ. അത് പ്രഗ്നൻസിയുടെ കാര്യമല്ല പറയുന്നത്, നോർമലായിട്ട് വരുന്നവരുടെ വെരിക്കോസ് വെയിൻ്റെ കാര്യമാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ സ്പെസിഫിക് ആയിട്ട് എന്തുകൊണ്ട് എനിക്ക് വെരിക്കോസ് വെയിൻ വരുന്നു അല്ലെങ്കിൽ പൈൽസിൻ്റെ പ്രശ്നം വരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോർമോണൽ പ്രശ്നമാണ്. അതായത് നമുക്ക് പ്രഗ്നൻസിയിൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അമിതമായി ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കൊഴലുകളിലെ സ്മൂത്ത് മസിൽസ്, അതായത് പേശികളെ വികസിപ്പിച്ച് നിർത്തുന്നു, അതായത് റിലാക്സ് ചെയ്ത് നിർത്തുന്നു. അത് കാരണം രക്തക്കൊഴലുകൾ വികസിച്ച് നിൽക്കുകയും അതിൽ രക്തം കെട്ടി നിൽക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിയിൽ ബ്ലഡ് വോളിയം കൂടുതലാണ്, അതായത് രക്തത്തിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രക്തം നമ്മുടെ രക്തക്കൊഴലുകളുടെ ഭിത്തികളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും. അത് കാരണം രക്തക്കൊഴലുകൾ വികസിച്ച് ഇരിക്കും, അതിൽ രക്തം കെട്ടി നിൽക്കാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് ആണ്. അതായത് നമ്മുടെ യൂട്രസ് വിത്ത് കുഞ്ഞ്, അതിൻ്റെ വെയിറ്റ്, കുഞ്ഞ്, അതിന് ചുറ്റുമുള്ള വെള്ളം, മറുപിള്ള, ഇതെല്ലാം കൂടെ വരുന്ന യൂട്രസ്, അതിൻ്റെ വെയിറ്റ് വന്ന് കാലിൽ നിന്നും നമുക്ക് തിരിച്ച് ഹാർട്ടിലേക്ക് തിരിച്ച് അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തധമനികളെ പ്രസ് ചെയ്യുകയും അത് കാരണം രക്തഓട്ടം തിരിച്ച് ഹാർട്ടിലേക്ക് കുറയുകയും അത് കാലുകളിൽ ഞരമ്പുകളിൽ തന്നെ രക്തമായിട്ട് കെട്ടി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണമാണ് കോമൺ ആയിട്ട് വെരിക്കോസ് വെയിൻ പറയുന്നത്. ഇനി ഹെമറോയിഡ്സ് അഥവാ പൈൽസ് പറയുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മലബന്ധമാണ്, കോൺസ്റ്റിപ്പേഷൻ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന റീസണാണ്. മെയിൻ ഈ ഹോർമോണൽ പ്രശ്നവും വരും പ്രഗ്നൻസിയിൽ പൊതുവേ പ്രൊജസ്ട്രോൺ കൂടുതലായതുകൊണ്ട് ബവൽ മോട്ടിലിറ്റി കുറവായിരിക്കും. അത് കാരണം പലർക്കും മലബന്ധം വരാറുണ്ട്, അത് കാരണം പൈൽസ് കൂടുതലും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. ഇനി ഇത് വന്നു, എന്ത് ചെയ്യാം നമുക്ക് പ്രഗ്നൻസിയിൽ? കുറയ്ക്കാൻ പറ്റുമോ? ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുമോ? പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ആക്ച്വലി മുന്നേ വെരിക്കോസ് വെയിൻ ഉള്ളവരാണെങ്കിൽ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്നില്ല. പക്ഷേ പ്രഗ്നൻസിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വിത്തിൻ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 ഇയർ കൊണ്ട് ഇത് തിരിച്ച് റിഗ്രസ് ചെയ്ത് നോർമലായി മാറിയേക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാലിൽ വെരിക്കോസ് വെയിൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലുകൾ പൊക്കി വെച്ചിരിക്കാൻ ശ്രമിക്കുക. ഇരിക്കാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴാണെങ്കിലും കാലുകൾ പൊക്കി വയ്ക്കുക. അപ്പോൾ കിടക്കുമ്പോഴാണെങ്കിൽ നമുക്ക് 2 പില്ലോ വെച്ച് കാല് പൊക്കി വെച്ചിട്ട് കിടക്കാം. സോ ദാറ്റ് ഹാർട്ടിൻ്റെ ലെവലിലേക്കാളും കുറച്ച് പൊങ്ങി കാലിൻ്റെ ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ രക്തോട്ടം തിരിച്ച് ഹാർട്ടിലോട്ടുള്ള രക്തോട്ടം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് താഴത്തിട്ട് ഇരിക്കാതെ ഒരു സ്റ്റൂളോ എന്തെങ്കിലും എടുത്ത് വെച്ച് പൊക്കിയിരുന്നാൽ കാലിൽ നിന്ന് ബാക്കിലോട്ടുള്ള രക്തോട്ടം കൂടും. അതോ 2. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലാറ്ററൽ സൈഡിൽ ചരിഞ്ഞ് കിടക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടക്കാൻ എപ്പോഴും സ്ത്രീകളുടെ അടുത്ത് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇതാണ്. കാലിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്ന രക്തം, അത് കൊണ്ടുപോകുന്ന രക്തധമനികൾ യൂട്രസ് പ്രസ് ചെയ്ത് പ്രശ്നം ഉണ്ടാവാതെ, അതായത് അത് യൂട്രസ് കാരണം പ്രസ് ചെയ്ത് അത് രക്തോട്ടം കുറയ്ക്കാതെ ലെഫ്റ്റിലേക്ക് സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ ആ രക്തക്കൊഴലുകൾ ഫ്രീ ആയിരിക്കും, രക്തോട്ടം ഫ്രീ ആയിട്ട് നടക്കും എന്നുള്ളതാണ്. അത് മൂന്നാമത് ചെയ്യാന്നുള്ളത്. ഇനി പിന്നെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാം. കാലിൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രക്തോട്ടം പ്രോപ്പറായിട്ട് നടക്കും എന്നുള്ളതാണ്. പിന്നെ ഇനി പൈൽസ് ആണെങ്കിൽ എന്തൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫുഡിൽ വരുന്ന വ്യത്യാസം, അതായത് മലബന്ധം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം ഫൈബർ, നാരടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക, ഓട്സ്, പച്ചക്കറികൾ, ഇലക്കറികൾ, അങ്ങനത്തെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഓയിൻമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ് നമ്മൾ അവിടെ പോയിരുന്ന് ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്യുമ്പോൾ അവിടെ മുറിവൊക്കെ ഉണ്ടാവാതിരിക്കും.
മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി ഒരുപാട് നേരം ഇരുന്ന് സ്ട്രെയിൻ ചെയ്യരുത്. പ്രത്യേകിച്ച് മൊബൈലൊക്കെ പോയിരുന്ന് കണ്ട് ഒരുപാട് നേരം ടോയ്ലറ്റിൽ ഇരുന്ന് മോഷൻ പാസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഓൾറെഡി പൈൽസ് വന്നു എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാക്സേറ്റീവ്സ് യൂസ് ചെയ്യാം. അതായത് മോഷൻ ലൂസായിട്ട് പോകാനുള്ള സിറപ്പുകളുണ്ട്, അത് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ താഴ്ഭാഗത്ത് ഓയിൻമെൻറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സിറ്റ്സ് ബാത്ത് എടുക്കാം. അതായത് ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇറങ്ങിയിരിക്കാം. അല്ലെങ്കിൽ കോൾഡ് കംപ്രസസ് യൂസ് ചെയ്യാം. ഐസ് പാക്സ് പോലെ ചെറിയ കോൾഡ് കംപ്രസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈൽസിനൊരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ റിഗ്രസ് ചെയ്യും. അതായത് പ്രഗ്നൻസിയിൽ ആദ്യമായിട്ട് വരുന്ന വെരിക്കോസ് വെയിനോ അല്ലെങ്കിൽ പൈൽസോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിന് മുന്നേ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.